ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ഫേഡി ജോദ എഴുതിയ മെമിസിസ് എന്ന കവിത ഡിസ്കസ് ചെയ്യാം. ഈ കവിതയിൽ പോർട്രേ ചെയ്യുന്നത് ഒരു ഓർഡിനറി സീൻ ആണെങ്കിലും നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ മനസ്സിലാകും ആ ഒരു ഓർഡിനറി സീൻ പിന്നീട് മനുഷ്യാനുഭവത്തെയും അതുപോലെ സാമൂഹിക പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയിലേക്കാണ് തുറന്നു കാട്ടുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. മൈ ഡോട്ടർ വുഡിൻ ഹേർട്ട് എ സ്പൈഡർ ദാറ്റ് ഹാഡ് നെസ്റ്റഡ് between her bicycle handles. For 2 weeks she waited until it left of its own accord. അപ്പം എന്താ പറയുന്നത്? എൻ്റെ മകൾ സൈക്കിൾ കൈപ്പിടികൾക്കിടയിൽ കൂടുകൂട്ടിയ ചിലന്തിയെ ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. അപ്പോൾ ഒരു ജീവിയോടും അല്ലെങ്കിൽ ആ ജീവിയുടെ വീടിനോടുമുള്ള സഹാനുഭൂതിയുടെയും പരിഗണനയുടെയും ഒരു ചിത്രമാണ് കവി വരച്ചു കാട്ടുന്നത്. എവിടെയാണ് ചിലന്തി കൂടുകൂട്ടിയിരിക്കുന്നത്? അതായത് ബിറ്റ്വീൻ ഹെർ ബൈസൈക്കിൾ ഹാൻഡിൽ എന്നാണ് പറയുന്നത്. അതൊരു അസൗകര്യം ഉണ്ടാക്കുമ്പോൾ പോലും ആ കുട്ടി ചിലന്തിയെ ഉപദ്രവിച്ചില്ല. അപ്പോൾ ഇവിടെ ചിലന്തി വല ഒരു വീടിനെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ചിലന്തി സ്വയമേ പോകുന്നത് വരെ കാത്തിരിക്കാനുള്ള ആ കുട്ടിയുടെ ചോയ്സ്. അപ്പോൾ ആ കുട്ടി എത്ര നാൾ വെയിറ്റ് ചെയ്തു? ഫോർ 2 weeks എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പതി അതുപോലെ റെസ്പെക്റ്റുമാണ്. അപ്പം ദ ഡോക്ടേഴ്സ് റെഫ്യൂസൽ ടു ഹാം ദ സ്പൈഡർ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഡീപ്പ് സെൻസ് ഓഫ് എമ്പതിയും റെസ്പെക്ട് ഫോർ അനദർ ക്രീച്ചേഴ്സ് സ്പേസുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്, അതായത് മെറ്റഫർ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ നമുക്ക് പറയാം റെഫ്യൂജീസിൻ്റെ അനുഭവത്തിൻ്റെ ഒരു രൂപകമായി മെറ്റഫറായിട്ട് കവിത ചിലന്തിയുടെ സാഹചര്യത്തെ ഉപയോഗിക്കുന്നു. അതായത് ഒരാളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ഒരു മനുഷ്യനായാലും അല്ലെങ്കിൽ മൃഗമായാലും ഒരു ട്രമാറ്റിക് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ വരികളിലൂടെ ഒരു ആശയം എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സീനിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും എക്സ്പീരിയൻസ് ഓഫ് റെഫ്യൂജീസുമാണ്. അപ്പം ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അതായത് നിർബന്ധിത കുടിയേറ്റത്തെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഓഫ് ബിക്കമിങ് എ റെഫ്യൂജി, അഭയാർത്ഥിയാകുന്നതിൻ്റെ അനുഭവത്തെയും പ്രതീകപ്പെടുത്താൻ കവി ഇവിടെ സൈക്കിളിൻ്റെ കൈപ്പിടികൾ കൂടുകൂട്ടുന്ന ചിലന്തിയുടെ ചിത്രം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. If you tear down the web, I said, it will simply know that isn't a place to call home and you would get to go biking. അപ്പോൾ എന്താ പറയുന്നത് ഈ വരികളിൽ? വല പൊളിച്ചു മാറ്റിയാൽ അത് വീടെന്ന് വിളിക്കാൻ പറ്റിയ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം വീടെന്ന് വിളിക്കേണ്ട സ്ഥലമല്ല എന്ന് അതിന് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു വരി ഒരു സ്ഥലം വിടാൻ നിർബന്ധിതരാകുന്നതിൻ്റെ അനുഭവത്തെ ഊന്നിപ്പറയുന്നു. അപ്പോൾ സൈക്കിളിലെ ചിലന്തി വലയെ ഒരു അഭയാർത്ഥിയുടെ വീടിനുള്ള ഒരു രൂപകം, ഒരു മെറ്റഫറായും വല പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തിയെ സ്ഥാനഭ്രംശത്തിൻ്റെ പ്രതീകമായും കവിതയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ആക്ട് ഓഫ് ടിയറിങ് ഡൗൺ ദ വെബ് എന്നത് എന്താണ് സിമ്പിൾ? എ സിമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ദ സ്പൈഡേഴ്സ് വെബ് ബിക്കംസ് എ മെറ്റഫർ ഫോർ ദ സ്പൈഡേഴ്സ് ഹോം. നമുക്ക് ബൈ എക്സ്റ്റൻഷനിൽ നമുക്ക് പറയാം ദ ഹോം ലാൻഡ് ഓഫ് എ റെഫ്യൂജി. അതുപോലെ ദ ഡോട്ടേഴ്സ് ബൈസൈക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ദ റീജൻ ഓർ പ്ലേസ് വേർ ദ സ്പൈഡർ അല്ലെങ്കിൽ ദ റെഫ്യൂജീസ് ലിവ്സ്. അപ്പോൾ ഈ വരികൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഫീലിംഗ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ ലോസ് ഓഫ് ബിലോങ്ങിങ്ങുമാണ്. അതായത് സ്ഥാനചലനത്തിൻ്റെയും ഉടമസ്ഥാവകാശ നഷ്ടത്തിൻ്റെയും വികാരത്തെ എടുത്തു കാണിക്കുന്ന വരികളാണ് ഇവ. She said, that's how others become refugees, isn't it? അപ്പോൾ എന്താ കുട്ടി ചോദിക്കുന്നത്? മറ്റുള്ളവർ അഭയാർത്ഥികളാകുന്നത് അങ്ങനെയാണ് അല്ലേ? അപ്പോൾ തൻ്റെ സൈക്കിളിൽ കൂടുകൂട്ടിയ ചിലന്തിയെ നിരീക്ഷിച്ചുകൊണ്ട് ആ കുട്ടി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ ചോദ്യം ലളിതമായി തോന്നുമെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളെ, അതായത് അഭയാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആശയത്തിലേക്കാണ് ഈ ഒരു ചോദ്യം വിരൽ ചൂണ്ടുന്നത്. അതായത് റെഫ്യൂജീസ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ സ്ഥാനചലനത്തെയും അതുപോലെ അവരുടെ ദുർബലതയും കുറിച്ചുള്ള പ്രതിഫലനമായി കവി ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ആളുകൾ എങ്ങനെ അഭയാർത്ഥികളാകുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു മെറ്റഫർ ആയിട്ട് കവിത ചിലന്തിയുടെ അവസ്ഥയെ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ സൈക്കിളിലെ ചിലന്തിയുടെ അവസ്ഥ, അതിൻ്റെ വല, കവിതയുടെ പശ്ചാത്തലം എന്നിവയെല്ലാം അഭയാർത്ഥികളുടെ അനുഭവത്തിൻ്റെ ഒരു രൂപകമായി വർത്തിക്കുന്നു, ഒരു മെറ്റഫറായി വർത്തിക്കുന്നു. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.